ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. സണ്ണി ഡേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു 2.1 ആംപ്ലിഫയർ ആണ്. നമ്മുടെ ജിടെക്കിന്റെ ക്യാബിനറ്റ് നമുക്ക് സാധാരണ ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, അതായത് 3.5ന്റെ ക്യാബിനറ്റ്. അതിനേക്കാളും ലേശം കൂടി ഒരു വലിപ്പം കൂടി ഒരു ക്യാബിനറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ജിടെക്കിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു മാസ്റ്റർ നോബ് ഒരെണ്ണവും ഒക്കെ നമുക്കതിൽ മാക്സിമം വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് നോബുകളൊക്കെ ലെഫ്റ്റ് റൈറ്റ്, അതായത് സബിന് വേണ്ടിയും മാസ്റ്റർ വോളിയത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് രണ്ട് ചാനൽ TDA 7265ൻ്റെ IC ST-യുടെ IC വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഓഡിയോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു 8 ഇഞ്ചിൻ്റെ ഒക്കെ ഊഫറും സ്പീക്കറും ഒക്കെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സബിൻ്റെ സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ 150 വാട്ട്സാണ് സബ് RMS വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് G-Starൻ്റെ 062 എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്ന മോഡ്യൂളാണ്. അപ്പോൾ ഇതിന് ഇൻബിൽട്ട് ആയിട്ട് ഒരു കരോക്കെ ഓപ്ഷനൊക്കെ ആയിട്ട് ഒരു മൈക്ക് കൊടുക്കാം നമുക്കിതിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, കമൻറ്റുകൾ നിങ്ങളുടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം ഇതാണ്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ 8 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. രണ്ട് ടാപ്പിംഗ് ആണ് ഇതിലുള്ളത്. ഒന്ന് 25025ൻ്റെ ഒരു 4 ആംപിയർ ടാപ്പിംഗ്. അതായത് ഈ ടാപ്പിംഗ് നമ്മൾ പറയുന്നത് പക്ക 4 ആംപിയർ ആണ്. അല്ലാതെ 4 ആംപിയർ എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. അത് 4 ആംപിയർ എന്ന് പറഞ്ഞ് വാങ്ങിയാലും 2 ആംപിയറേ കിട്ടുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് പക്ക 4 ആംപിയർ തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരു 12012ൻ്റെ 4 ആംപിയർ ടാപ്പിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പവർ സപ്ലൈ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പവർ സപ്ലൈയിൽ നിന്നും പോകുന്നത് ഈ ബോർഡിലേക്ക്, നമ്മുടെ സ്റ്റീരിയോ ബോർഡ് ഇതാണ്, TDA 7265ൻ്റെ ബോർഡാണ്. അപ്പോൾ ഇതിലേക്കാണ് ഈ ഒരു പവർ സപ്ലൈ പോകുന്നത്. പിന്നെ അടുത്ത പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സബിൻ്റെ, അതായത് 3055 2955 ടിപ്പിൻ്റെ 3055 2955 ഈ ബോർഡിലേക്കാണ് അടുത്ത സപ്ലൈ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബിൽട്ടായിട്ട് പവർ സപ്ലൈ ഉള്ള ബോർഡാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോർഡാണ്. ഇൻബിൽട്ടായിട്ട് പവർ സപ്ലൈ, അതേപോലെ തന്നെ ഇതിലേക്ക് തന്നെ സബിൻ്റെ ഫിൽറ്ററും ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. പ്രൊട്ടക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് നമ്മളൊരു ബാസ് ട്രബിൾ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ബാസ് ട്രബിൾ ആണ്, എങ്കിൽ പോലും നല്ല ക്വാളിറ്റി ബാസും ട്രബിളും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബക്ക് കൺവെർട്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിന് വേണ്ടിയാണ്. G-Starൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂളിന് 5 വോൾട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ബക്ക് കൺവെർട്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽഡ് ഇതൊക്കെയാണ്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോവാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളിവിടെ ഒരു ഫാനിൻ്റെ ഗ്രില്ല് ഇവിടെ ഒരു ഓപ്ഷണലായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വയ്ക്കാത്തത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളൊരു ഗ്രില്ല് നമ്മൾ അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ആംപിയറിൻ്റെ ഫ്യൂസ്, ഒരു AC കോഡ് ഏറ്റവും നല്ല ക്വാളിറ്റി കൂടി AC കോഡാണ്, 3 പിൻ AC കോഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ സ്പീക്കറിൻ്റെ കണക്ഷൻസ് വരുന്നത് പുഷ് ടൈപ്പ് സ്പീക്കർ സോക്കറ്റാണ്, ലെഫ്റ്റും റൈറ്റും സബിനും വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു 6 പിന്നിൻ്റെ RCS സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 2 എണ്ണം നമ്മൾ ഡമ്മി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് ഈ DVD എന്ന് കൊടുത്തിരിക്കുന്നതിലേക്കാണ് നമ്മൾ ഓക്സ് ഇൻപുട്ടിനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.